പലിശ കൊണ്ട് ഇവിടെ നേടിയവരൊന്നുമില്ല. കാരണം പലിശയുടെ മുതലിന് ബറക്കത്തുണ്ടാവില്ല. ഒരുപാട് കിട്ടി എന്നൊക്കെ പലർക്കും തോന്നും, ഒരുപാട് നേടി എന്നും പലർക്കും തോന്നും. പക്ഷെ അതിന്റെ ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നഷ്ടപ്പെടുത്തി കളയുമെന്നാണ് ഗൗരവത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. എന്താണ് കാരണം? ആ കാരണത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശയെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്ക് അതിന്റെ ബറക്കത്താണ് പോയി പോകും. ഒന്ന്, ഭൗതികമായിട്ട് തന്നെ അതിൽ ബറക്കത്തുണ്ടാവില്ല. പലിശ കൊണ്ട് മുതൽ നേടിയിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ പലപ്പോഴും അവന്റെ ധനത്തിൽ എന്ത് സംഭവിക്കും? ഏതെങ്കിലും കടുത്ത വിപത്തുകളാണ് വരുവാൻ. ഒന്നുകിൽ മാരകമായ രോഗിയാകും, ധാരാളക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നും ചികിത്സയും ട്രീറ്റ്മെന്റും അവൻ ആവശ്യമായി വരും. അല്ലെങ്കിൽ ഇനി അവനാൻ രക്ഷപ്പെട്ടാലും, അല്ലെങ്കിൽ അവന്റെ കുടുംബക്കാർ, ഭാര്യയോ മക്കളോ ആരെങ്കിലും ഒക്കെ രോഗികളാവും, അല്ലെങ്കിൽ അവന്റെ ഈ മുതലങ്ങ് മോഷ്ടിക്കപ്പെടും, അല്ലെങ്കിൽ അത് ഏതെങ്കിലും വിധത്തിലൂടെ അത് നശിച്ചു പോകും. പക്ഷെ അവർക്ക് മനസ്സിലാവില്ല. അവനെപ്പോഴും വിചാരിക്കും അതിപ്പോ ഈ ജലദോഷത്തിന്റെ, അല്ലെങ്കിൽ അതിപ്പോ ഈ കാലാവസ്ഥയുടെ, അല്ലെങ്കിൽ അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിന്റെ രോഗം വന്നാലും ഇത്രക്കാര്യം ചിന്തിക്കൂല. ഒരു മുഅ്മിൻ എപ്പോഴും ഒരു ചെറിയ അസുഖം വന്നാൽ പോലും ഇതെന്റെ വല്ല പാപങ്ങൾ കൊണ്ടുമാണോ എന്ന ഭീതി വിശ്വാസിക്കുണ്ടാകുമ്പോൾ, ഒരു നിഷേധിയെ സംബന്ധിച്ചിടത്തോളം മാരക രോഗം വന്നാൽ പോലും അവൻ അതിന് തബീഅത്തിന്റെ, പ്രകൃതിയുടെ കാരണങ്ങളെ കണ്ടെത്താനാണ് പരിശ്രമിക്കുക.